7-ാം വയസ്സിലാണ് എനിക്ക് പോളിയോ ബാധിച്ചത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, ഈ കുഞ്ഞ് ഇവനൊരു പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, അമ്മച്ചിയുടെ പ്രവചനം തെറ്റിയ ചരിത്രമില്ല പാസ്റ്റർ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു മുറി തരാമോ? അത്രേ അവൾ ചോദിച്ചുള്ളൂ. ബന്ധുക്കൾ ഇരിക്കുന്ന ഒരു മുറി ഒഴിച്ചു കൊടുത്തു. ആ മുറിയിലേക്ക് ദേവദാസനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവമക്കളും കൂടെ അങ്ങോട്ട് കയറി അവർ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, അന്യഭാഷകൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അല്പം നേരം കഴിഞ്ഞു. അവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ട് പെൺപിള്ളയിൽ. അദ്ദേഹം ഒരു CSA അദ്ദേഹം ഈ ഡെഡ് ബോഡി ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ലഞ്ച് ബ്രേക്കിന് വന്ന് കാണുകയാണ്. അവരുടെ കൂടെയുള്ള സഹോദരരെല്ലാം വന്ന് കാണുമ്പോൾ കണ്ടിട്ട് വിറ്റത്തേക്ക് ഇറങ്ങി അവരെന്തൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് കയറി എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ശവം ഒന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയിക്കോട്ടെ, അല്ലേ? ഈ കുഞ്ഞിൻ്റെ കൺപോളകളിൽ ഞങ്ങൾ ജീവൻ്റെ തുടുപ്പ് കാണുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അവർ വന്ന് നോക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കൺപോള ഒന്ന് വെട്ടിയതായിട്ട് അവർക്ക് മനസ്സിലായി. രണ്ടാമതും വന്ന് നോക്കുമ്പോൾ അവർ അത് അങ്ങനെ തന്നെ കണ്ടു. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ശവത്തിന് ചുറ്റും നിന്നിട്ട് അവരത് കണ്ടില്ല. 3 മണിയായപ്പോൾ ശവം ജീവനോടെ മടങ്ങി വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. 100 കണക്കിന് ജാതികരായ ആൾക്കാരെ സാക്ഷി നിർത്തി എൻ്റെ പിതാവ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അനേകർ ദൈവത്തെ അറിയുവാൻ ഇടയായി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ കുഴിച്ചിടുവാനായിട്ട് വെട്ടിയ ആ കുഴിക്കകത്ത് ശവപ്പെട്ടി അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് മൂടി ഒരു വാഴ നട്ട് 6 or 7 മാസത്തിൽ അതിൻ്റെ കൊല എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചു എന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ എന്നോട് പിന്നത്തതിൽ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവനെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന നീതിമാനായ ദൈവം 18 രാജ്യങ്ങളിലായി 100-ലധികം വിമാനങ്ങൾ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ആത്മാക്കളോട് ആത്മാവിൽ പ്രവചിപ്പാനായിട്ട് അവൻ പൂർവ്വകാലത്തിൽ വെളിപ്പെടുത്തിയ വാഗ്ദത്തം പൂർത്തീകരിച്ചെങ്കിൽ നിന്നെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ അവൻ എഴുതി വച്ചിരിക്കുന്ന സ്വർഗീയ നിർണയങ്ങൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റം വരാത്തതാണെങ്കിലോ ഏകന്റെ നാമത്താൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവിക ആലോചനകൾ കൊത്തവണ്ണം നിങ്ങളുടെ നടപ്പുകളെ ആത്മാവിൽ ക്രമപ്പെടുത്തുവാൻ ആത്മാവിക ജനത്തോട് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്.